ഹലോ, ഈ കാണുന്ന പ്ലാന്റാണ് കലാത്തിയ ലൂട്ടിയ. ഇപ്പോൾ ഗാർഡനിങ്ങിൽ കുറച്ച് നാളായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. ആദ്യം കാണിച്ച ആ പ്ലാന്റ് ഒരു 6 മാസം വളർച്ചയെത്തിയതും പിന്നെ ഇപ്പോൾ ഈ ഫ്ലവർ കട്ട് ചെയ്യുന്ന പ്ലാന്റ് ഒരു 2 കൊല്ലം മിച്ചമായി വെച്ചിട്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഒരുപാട് ഇതിലിങ്ങനെ ഉണ്ടാകാറുണ്ട് കുറച്ച് നാളായിട്ട്. അപ്പോൾ ഞാൻ സാധാരണ ആ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് വലിച്ചെറിയും. കാരണം ഈ കലാത്തിക്ക് ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പ്ലാന്റിൻ്റെ വളർച്ചയെ മൊത്തത്തിൽ മുരടിപ്പിക്കുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഫ്ലവേഴ്സ് അങ്ങനെ നിർത്താറില്ല. അപ്പോൾ ഈയിടെ എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊരു സീഡുണ്ട്, അതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. എന്നാൽ പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഫ്ലവേഴ്സിനകത്തൊരു സെർച്ച് നടത്തി. അപ്പം കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സും കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സുമാണ് എനിക്ക് കിട്ടിയത്. ആ ഫ്രഷ് ഫ്ലവേഴ്സിൽ നിന്നാണ് എനിക്കിങ്ങനെ റെഡ് കളറിൽ എന്തോ ഒരു ഫ്രൂട്ട് പോലെ ഒരു സാധനവും പിന്നെ കുറച്ച് ബ്ലാക്ക് സീഡ്സ് ഡ്രൈ ഫ്ലവേഴ്സ് ഒന്നും കിട്ടി. അപ്പോൾ കിട്ടിയതല്ലെന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ 2 പോട്ടിലായിട്ട് പോട്ടി മിക്സ് നിറച്ചുകൊണ്ട് വന്നു. ആദ്യത്തെ പോട്ടിൽ ആ റെഡ് കളറിലുള്ള സാധനവും നട്ടുവെച്ചു, രണ്ടാമത്തതിൽ ആ ബ്ലാക്ക് സീഡ്സും നട്ടുവെച്ചു. ഇനി നമുക്ക് നോക്കാം, ഒരാഴ്ച വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കാൻ പോകുന്നത്, പുതിയ തൈ വല്ലതും മുളച്ച് വരുമോ എന്താണെന്നുള്ള കാര്യം. ഞാൻ ഇനി ഒരു അപ്ഡേറ്റഡ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാം. എന്തായാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പോട്ട് രണ്ടും ഒരു ലൈറ്റ് സൺഷെയ്ഡിൽ അങ്ങ് കൊണ്ട് വെച്ചു.